ഏഹ്, അതായത് ഇപ്പൊ ചക്കപ്പർഷ താങ്കൾ വരെയാണ് ഇസ്മാല ഒറ്റ കാര്യം കൂടെ. ചക്കപ്പർഷ ഒരു കാര്യം കൊണ്ടുണ്ട്. ഈ കാബ ക്ഷേത്രത്തില് ഹുബലിന്റെ വിഗ്രഹം ഇല്ലായിരുന്നു, ഹുബലിന്റെ വിഗ്രഹം ഉള്ളതായിട്ട് പറയുന്നില്ലേ? ഉണ്ട്, ഹുബലിന്റെ ഉണ്ട്, നൈലത്തിന്റെ ഉണ്ട്, അസാഫിന്റെ ഉണ്ട്, ഉദ്ദു സുബാഗ് കുറെ എണ്ണം ഉണ്ടെന്ന്. അത് നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വരത്തില്ല. വ്യഭിചാരത്തിന്റെ കേന്ദ്രം, മ്ലേച്ഛ വിഗ്രഹങ്ങളുടെ കേന്ദ്രം, നരബലി നടക്കുന്ന ക്ഷേത്രം, മൃഗബലി നടക്കുന്ന ക്ഷേത്രം. ഇതിനോട് യോജിച്ച് 13 വർഷം മുഹമ്മദ് ചെയ്തെന്ന് പറയുമ്പോഴത്തേനും മുഹമ്മദ് നിങ്ങളുടെ ഇസ്ലാമിനെ നശിപ്പിച്ചില്ല. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദിനെ ഫോളോ ചെയ്യുന്നത്? അല്ല ചാക്കോപാഷ, ഞാൻ ചോദിക്കാൻ കാര്യം, ഈ അബൂ സൂഫിയാൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ആളും ഈ പ്രവാചകനും തമ്മിലുള്ള ഒരു സംഭാഷണം, അതായത് പ്രവാചകൻ അള്ളാഹു ഏകദൈവമാണെന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അബൂ സൂഫിയാൻ തിരിച്ചു പറയുന്നു, ശ്രേഷ്ഠൻ ഹുബലായിരിക്കാമെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ പറയുന്നു ഞങ്ങൾക്ക് അൽ ഉസയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഉസയില്ല എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. അള്ളാഹുവിനേക്കാൾ ഹുബന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു സഹീൽ ബുഖാരി 4043 അതിലിങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഉമറിന് പറയാതിരിക്കാനായില്ല, നീ ഒരു നുണയനാണ്, അള്ളാഹുവിന്റെ ശത്രു, നിങ്ങളെ അസന്തുഷ്ടനാക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു ശ്രേഷ്ഠൻ ഹുബലായിരിക്കാം. അപ്പോൾ പ്രവാചകൻ സഹാക്കളോട് പറഞ്ഞു അദ്ദേഹത്തിന് മറുപടി നൽകൂ. അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് മറുപടി പറയും? അവൻ പറഞ്ഞു അള്ളാഹു കൂടുതൽ ഉന്നതനും മഹത്വമുള്ളവനാണ് എന്ന് പറയുക. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ഞങ്ങൾക്ക് വിഗ്രഹം അൽ ഉസയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഉസയില്ല. അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ലേ അള്ളാഹുവും കാബ ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം ആയിരുന്നു എന്ന് മനസ്സിലാക്കണ്ടേ നമുക്ക്? അതെ, 100% ഈ ഹുബലിനെ പോലെ, നസായെ പോലെ, നൈലത്തിനെ പോലെ ഒരു വിഗ്രഹമായിരുന്നു ഇവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നേ. ഓക്കെ, നമ്മുടെ അൻസാർ വന്നിട്ടുണ്ട്. അൻപാസ് സംസാരിക്കട്ടെ. കൊടുത്തണം പക്ഷേ കേക്കാവോ? പക്ഷെ മൈക്ക് മ്യൂട്ടാണ്. എനിക്കൊരു 5 മിനിറ്റ് വേണം, അത് കഴിഞ്ഞു വരാം. ഇസ്മായിൽ ബദറെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നു, താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് മറുപടി ഉണ്ട്. ഞാൻ മൗനം പാലിക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇടപെടുന്നു. ഞാൻ മൗനം പാലിക്കുന്നു. വീണ്ടും അനിൽകുമാർ സാറിനേക്ക് പോകുന്നു. അദ്ദേഹത്തിന് പറയട്ടെ, അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് മാത്രം എന്നെ അനുവദിക്കുന്നു. ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് 100 കാര്യങ്ങൾ ചാക്കോപാസ്റ്റർ പറയുന്നു. ഇതൊക്കെ ഒരു വസ്തുതാന്വേഷണത്തിന്റെ ഭാഗമോ വലിയൊരു പ്രബോധനത്തിന്റെ ശൈലിയല്ല എന്ന് ആദ്യമായിട്ട് ഉണർത്തട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ചാക്കോപാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളില് ഇസ്ലാമികമായ കാര്യങ്ങളിൽ യാതൊരു അവ്യക്തതയും ഇല്ല. ഇപ്പോഴും പറയുന്നു അവിടെ അള്ളാഹുവിന്റെ മുഹമ്മദ് നബി അവിടെ തവാഫ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവിടെ തവാഫ് ചെയ്യുന്നുണ്ട്. അവിടെ സംസമുണ്ട്, ഇപ്പോഴും സംസം കിണറുണ്ട്. അവിടെ അജ്ജുകർമ്മം ചെയ്തിരുന്നു, ഇപ്പോഴും അജ്ജുകർമ്മമുണ്ട്. അവിടെ ബലികർമ്മമുണ്ട്, ഇപ്പോഴും ബലികർമ്മമുണ്ട്. അത്തരം ചടങ്ങുകളെല്ലാം ഉണ്ട്. ഈ കാബാലയത്തെ സംബന്ധിച്ച് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടി സ്ഥാപിച്ചതാണ്, പുനഃസ്ഥാപിച്ചതാണ്. അവിടെ അന്ന് മുതൽ ഇബ്രാഹിം നബി സ്ഥാപിച്ച ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഹജ്ജിന് വിളിച്ചത് ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ടാണ് മുഹമ്മദ് നബി വന്നിരിക്കുന്നത്. ഇബ്രാഹിമി പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള അള്ളാഹു ഇബ്രാഹിം നൽകിയ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് നബി. അതുവഴിയാണ് മുസ്ലിങ്ങൾ ഇന്ന് പരിച്ഛേദനം ചെയ്യുന്നതും. ഈ മുഹമ്മദ് നബി മാത്രമല്ല തൗഹീദിലുള്ള യഥാർത്ഥത്തിലാണെങ്കിൽ ഇബ്രാഹിം നബിയുണ്ട്. അതായത് ഹബീബായ മുഹമ്മദ് നബിയും ഖലീലായ ഇബ്രാഹിം നബിയും ചേർന്നാണ് ഇലാഹായ അള്ളാഹു. അങ്ങനെ തന്നെയാണ് പോകുന്നത്. ആ അർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് എന്തുണ്ട്? മുഹമ്മദ് നബിയോടൊപ്പം ഇബ്രാഹിം നബിയെ ആഡ് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചും മുഹമ്മദീയ ഉമ്മത്തും ഇബ്രാഹിമി മില്ലത്തും. ഇബ്രാഹിമിന്റെ മില്ലത്താണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുമാണ്. ആ അർത്ഥത്തിലാണ് മുഹമ്മദ് നബിക്കും ഇബ്രാഹിം നബിക്കും സ്ഥാനം. ഇബ്രാഹിം നബി ആരാധിച്ച ദൈവമാരോ ആ ദൈവമാണ് അള്ളാഹു. ആ ദൈവത്തെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് മുഹമ്മദ് നബി. ഇബ്രാഹിം നബി ആഗ്രഹിച്ച രീതിയിൽ ഇബ്രാഹിം നബിയുടെ നാഥനെ ആരാധിക്കേണ്ട ക്രമങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും മോശവും എല്ലാമാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. ആ തരത്തിൽ ആ ഗ്യാപ്പിൽ, അതായത് ഇസ്മായിൽ നബിക്കും ഇബ്രാഹിം നബിക്കും ഇടയിൽ മുഹമ്മദ് നബി വരുന്ന കാലഘട്ടം വരെയും അവിടെ പല കാര്യങ്ങളും മനുഷ്യ സഹജമായ രീതിയിൽ തെറ്റായി കടന്നുകൂടിയിട്ടുണ്ട്. ആ തെറ്റായ കാര്യങ്ങളെല്ലാം മുഹമ്മദ് നബി എടുത്തു മാറ്റി. ഈ പറയപ്പെടുന്നത് പോലെയാണെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ യേശുവിന്റെ പിതാവിന്റെ ഭവനമാണ് ജെറുസലേം. ആ ജെറുസലേമിൽ പല തിന്മകളും ഉണ്ടായിരുന്നു. ആ തിന്മകളിൽ ഒന്ന് ഇടപെടാൻ ശ്രമിച്ചത് യേശുവിന് പ്രശ്നമായത് കാണുന്നുണ്ട്. ആ തിന്മ നിലനിൽക്കെ തന്നെയാണ് ഈ യേശു എന്ത് ചെയ്തത്? മുകളിൽ പോയിരിക്കുന്നത്. മുഹമ്മദ് നബി ആണെങ്കിൽ മടങ്ങി മക്കത്തെത്തി അതെല്ലാം എടുത്തു മാറ്റി അബ്രഹാമിന്റെ നാഥന് വേണ്ടി സംശുദ്ധമാക്കി. മുസ്ലിങ്ങൾ ആദ്യം തിരിഞ്ഞു നമസ്കരിച്ചത്
നമ്മുടെ ജെറുസലേമിലേക്കായിരുന്നു. ജെറുസലേമിന്റെ നാഥൻ തന്നെയാണ് കാബാലയത്തിന്റെ നാഥൻ. മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യൻ ജെറുസലേമിന്റെ നാഥൻ തന്നെയാണ്. മുസ്ലിങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ജെറുസലേമിൽ നിന്ന് നമസ്കരിച്ചു എന്ന കാര്യം ശരിയാണ്. മുഹമ്മദ് നബി മിഹ്റാജ് പോയപ്പോൾ ജെറുസലേം പള്ളിയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ആകാശയാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാബാലയത്തിന്റെ നാഥനും ജെറുസലേമിന്റെ നാഥനും ഒരേ ദൈവമാണ്. ഇവർ രണ്ടുപേരും എബ്രാഹിമിന്റെ നാഥനാണ്. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ നാഥനെയാണ് ആരാധിക്കുന്നത്. കൊള്ളാം. നല്ല നല്ല സൂപ്പർ മതപ്രസംഗം. എവിടെ മദ്രസ അല്ല സുഹൃത്തെ, ഇത് മദ്രസ കുട്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഈ മതപ്രസംഗം ഒരു മിനിറ്റ് ആരും ഇടയ്ക്കല്ല. അദ്ദേഹം ഒരു മിനിറ്റ് ചാക്കോപ്പാഷ ഒരു മിനിറ്റ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഇസ്മായിലെ ഘടകവിരുദ്ധമാണ് കാര്യങ്ങൾ. അതൊക്കെ പറയാം. അതിന് ചാക്കോപ്പാഷ കംപ്ലീറ്റ് ചെയ്തു. ഒരു മിനിറ്റ് ചാക്കോപ്പാഷ ഒരു മിനിറ്റ് ആണ് പാഷ എന്താ ആഡ് ചെയ്യുന്നത് പറഞ്ഞു. ഇസ്മായിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് ഖുറാനിലോ ഹദീസിലോ ആധികാരിക ഹദീസിലോ തെളിവുണ്ടോ? അതായത് ഇബ്രാഹിം നബിയുടെ അതേ വിശ്വാസമാണ് മുഹമ്മദിന്. ഇബ്രാഹിമിനെ തൽക്കാലം നമുക്ക് അബ്രഹാം ആക്കിയേക്കാം, കുഴപ്പമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ചർച്ച മുമ്പോട്ട് പോയി. നിങ്ങൾ പറഞ്ഞ പോലെ അവര് പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ? അവര് പറഞ്ഞ അനുശാസനങ്ങൾ അതേപടി പാലിച്ചു പോയ ആളാണോ മുഹമ്മദ്? എങ്കിൽ അവര് പറഞ്ഞ അനുശാസനങ്ങൾ എവിടെ? ബൈബിളിന് പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ബൈബിൾ നിങ്ങൾക്ക് അങ്ങനെ തെളിവെടുക്കാൻ ഒക്കത്തില്ല, കാരണം അത് തിരുത്തപ്പെട്ട കൃതിയാണെന്ന് നിങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ ഏവളം തിരുത്തി ഏത് തിരുത്തി നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നുമില്ല. അപ്പൊ ആ രീതിയിൽ താങ്കൾ ഈ പറഞ്ഞവയ്ക്ക് ആധാരമായിട്ട് നിങ്ങളുടെ കൃതികളിൽ തെളിവുണ്ടോ? ഇബ്രാഹിം ഇത് പുതുക്കി പണിതു, ആദം നബി പണിതു, ഇബ്രാഹിം നബി പുതുക്കി പണിതു, എന്നിട്ട് ഇബ്രാഹിം നബി എങ്ങോട്ട് തിരിഞ്ഞു എന്ന് പ്രാർത്ഥിച്ചു. ഇതിനൊക്കെ നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ? നിങ്ങളുടെ തെളിവ് അതാണ് ചോദിക്കുന്നത്. ഉണ്ടല്ലോ ഖുർആനിലെ 2-ാമത്തെ സൂറ, അതായത് സൂറത്തുൽ അൽ ബഖറ 124-ാമത്തെ വചനം തൊട്ട് ഞാൻ വായിക്കട്ടെ? ഓക്കെ. 124. ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ നാഥൻ ചില കൽപ്പനകൾ മുഖേന പരീക്ഷിച്ച സന്ദർഭം ഓർക്കുക. അദ്ദേഹം അത് തികച്ചും നിറവേറ്റി. അള്ളാഹു അരുളി, നിന്നെ ഞാൻ മനുഷ്യരാശിയുടെ നേതാവാക്കാൻ പോവുകയാണ്. ഇബ്രാഹിം പ്രാർത്ഥിച്ചു, എന്റെ സന്തതികളിൽ നിന്നും ചില നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. അള്ളാഹു കരുതി, ശരി, പക്ഷെ എന്റെ ഈ നിശ്ചയം അക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല. കാബ മന്ദിരത്തെ മനുഷ്യരാശിക്കുള്ള സമ്മേളന കേന്ദ്രമായും സമാധാന സങ്കേതമായും നാം നിർണയിച്ച സന്ദർഭം ഓർക്കുക. ഇബ്രാഹിം നമസ്കരിച്ച സ്ഥലത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമാക്കി വയ്ക്കുക. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും പകരം ഇരിക്കുന്നവർക്കും തല കുനിച്ചാരാധിക്കുന്നവർക്കും നമിക്കുന്നവർക്കും വേണ്ടി എന്റെ മന്ദിരത്തെ പരിശുദ്ധമാക്കി വയ്ക്കുക എന്ന് ഇബ്രാഹിമിനും ഇസ്മായിലിനും നാം ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം, നാഥ, ഇത് നീ ഒരു സമാധാന പ്രദേശമാക്കുകയും ഇവിടത്തെ വാസികൾക്ക് അവരിൽ വച്ച് അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവർക്ക് പഴവർഗ്ഗങ്ങൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ. അള്ളാഹു അരുളി, അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും വല്ലവൻ നിഷേധിച്ചു കളഞ്ഞെങ്കിൽ അവനും ഞാൻ അല്പകാലം ജീവിതവിഭവം നൽകും. അനന്തരം നരകശിക്ഷയ്ക്ക് അവനെ വലിച്ചിഴയ്ക്കും. തിരിച്ചു ചെല്ലുവാനുള്ള ആയുധം എത്ര നികൃഷ്ടം. ഇബ്രാഹിമും ഇസ്മായിലും കാബ മന്ദിരത്തിന്റെ അസ്ഥിവാരം കെട്ടി ഉയർത്തിയ സന്ദർഭം അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്നും ഈ സേവനം സ്വീകരിച്ചാലും നീ മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ, നീ എല്ലാം അറിയുന്നവൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ രണ്ടുപേരെയും നിന്നോട് അനുസരണ ഉള്ളവരാക്കി കൊണ്ട് ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിന്നോട് അനുസരണമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണമേ. ഞങ്ങളുടെ ആരാധനാ രൂപങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും കാരുണ്യത്തോടെ ഞങ്ങൾക്ക് പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. നീ മാത്രമാണ് അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്ന പരമകാരുണ്യകൻ. ഞങ്ങളുടെ നാഥ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ കേൾപ്പിക്കുകയും വേദവും തത്വവും പഠിപ്പിക്കുകയും ചെയ്തു അവർക്ക് സംസ്കാരം ഉണ്ടാക്കി തീർക്കുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ. ഇസ്മായിലെ ചുരുക്ക് മതി, ആ വിഷയം കഴിഞ്ഞല്ലോ. താങ്കൾ ഈ ഖുർആൻ മുഴുവൻ വിട്ട് തോന്നണ്ട. പറയൂ, ഇനി എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഉത്തരം പറയൂ. അല്ല, ഇതിലെ ഉയർത്തിരുന്ന സംശയം ഇതാണ്. ഒന്ന്, ഈ കാബ ഇവരിങ്ങനെ പുതുക്കി പടന്നെങ്കിൽ അവരെന്തിനാണ് എറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ച? കാബയിലേക്ക് നോക്കിയാൽ പോരെ? അതും മനസ്സിലാകുന്നില്ല. ഇതുണ്ടാക്കി ഇവിടെ കാബ എല്ലാം ഉയർത്തി, അങ്ങയുടെ നാഥൻ ഇവിടെ വന്നിരിക്കുന്നു, അവർക്ക് ആഹാരം കൊടുക്കണമേ, എല്ലാം നാഥൻ കേൾക്കുകയും ചെയ്തു. പിന്നെ ഇവ എന്തിനാ നേരെ എറുസലേമിലേക്ക് നേരെ തിരിഞ്ഞ്? അതിന്റെ കാരണം എന്തോ? ഇല്ല, അതൊന്നും ഒക്കെ വളരെ സിമ്പിൾ കാര്യങ്ങൾ അതിന്റെ അകത്തേക്കുള്ളൂ. മതം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ. അതിനകത്ത് വലിയ ഗഹനമായ വിഷയമൊന്നുമില്ല.
ഇബ്രാഹിം നബിക്ക് 2 സന്താനങ്ങൾ, ഇസ്മായിൽ, ഇസ്ഹാഖ്. ഇസ്ഹാഖിന്റെ പുത്രൻ യാക്കൂബ്, യാക്കൂബിന്റെ 12 മക്കള് ഇസ്രായേൽ സമുദായം. അവരിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത്. അവരിൽപ്പെട്ട പറയട്ടെ ഞാൻ പറയട്ടെ, ഞാൻ ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. ഇടയ്ക്കാരും കയറില്ല, കിങ് മേക്കർ മാത്രം തരാം, ഇടയ്ക്കാരും കയറില്ല. ഓക്കെ. അവര് യാക്കൂബ് നബിയുടെ പുത്രനായ യൂസുഫ് നബിയോടുകൂടി അവിടെ നിന്ന് ഈജിപ്തിലേക്ക് വരപ്പെട്ടു. ഈജിപ്തിൽ അടിമകളായി. മൂസ നബിയോടുകൂടി അവരവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അങ്ങനത്തെ ആ സമയത്തിൽ പുറപ്പാടാണ്. അപ്പോൾ അവർക്ക് സമ്മേളന കൂടാരങ്ങളുണ്ട്. അവർക്ക് എന്തുണ്ട്, ദൈവികമായ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള കൂടാരങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ദാവീദ് നബിയുടെ കാലഘട്ടത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സുലൈമാൻ നബിയുടെ കാലത്ത് പൂർത്തീകരിക്കുന്നു. അതാണ് ബൈത്തുൽ മുഖദ്ദസ്. അതിപ്പോ ആ ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹുവിന്റെ ഭവനമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ സമുദായത്തിന്റെ ആരാധനയായിരുന്നു അള്ളാഹുവിനുണ്ടായിരുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ തിരുമുഖം ഉണ്ടായിരുന്ന അവിടെയായിരുന്നു. ആ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈസാ നബിയോടുകൂടി അത് പൂർത്തീകരിക്കപ്പെടുന്നു. പിന്നീട് അത് മക്കയിലേക്ക് മാറുന്നൊരു കാലഘട്ടം വരുന്നു. അപ്പൊ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ആ ആരാധനാ കേന്ദ്രം ജെറുസലേം ആയതുകൊണ്ടും മക്കത്ത് നിന്നാണ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി, ജെറുസലേമിൽ നിന്നാണ് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോകുന്നതും അങ്ങോട്ട് തിരികെ നമസ്കരിക്കുന്നു. പിന്നീട് അള്ളാഹുവിന്റെ മുഖം എങ്ങോട്ട് മാറ്റുന്നു, സമ്മേളന കൂടാരമായ സ്ഥലമായിട്ട് കാബേലത്ത് മാറ്റുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിങ്ങൾ കാബേലേക്ക് തിരികെ നമസ്കരിക്കുന്നു. ചോദ്യം അതല്ല, ചോദ്യം എന്റെ വളരെ സിമ്പിൾ ആണ്. ഇബ്രാഹിം നബിയും ഇസ്മായിലും യെരുശലേമിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു താങ്കൾ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞില്ല. അങ്ങനെയല്ലേ തുടങ്ങി? അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലോ തിരിഞ്ഞ്. അതങ്ങനെ സോളമന്റെ സുലൈമാൻ നബിയുടെ കാലത്തിൽ ഉണ്ടാവും. പിന്നെ തിരിയണം. അല്ല, അത് തന്നെ ചോദിക്കുന്നത്. ഇതാരെ ഇടയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല സാറേ, നമ്മുടെ ചോദ്യം, ഈ കാബ പണിത ശേഷം യെരുശലേമിലേക്ക് സോളമന്റെ കാലത്ത് ആരാധന വരുന്നെങ്കിൽ മുന്നമേ വേണ്ടുന്ന സാധനം കാബയല്ലേ അബ്രഹാമിന്റെ കാലത്ത്? അപ്പൊ കാബ അപ്രസക്തമായോ? അബ്രഹാമിന് മുമ്പേ കാബയുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഈ യെരുശലേമിലെ ആരാധന തുടങ്ങുന്നത് സുലൈമാൻ ആണെങ്കിൽ, സുലൈമാൻ ഒത്തിരി ലേറ്റാണല്ലോ, അപ്പോൾ പിന്നെ ആദ്യ ആലയം കാബാലയമല്ലേ? ആദ്യ ആലയം കാബാലയമാണെങ്കിലും ആ ഇബ്രാഹിം നബിയുടെ അനുഗ്രഹമാണ്. ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഈ മുസ്ലിം ഉമ്മത്ത്. അല്ല, അത് ഇബ്രാഹിമി മില്ലത്ത്. ഞാൻ അതല്ല ചോദിച്ചത്. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ ചോദിച്ചത്, ഈ മുഹമ്മദ് തിരിയേണ്ടത് സ്വാഭാവികമായിട്ട് കാബാലയത്തിലേക്കാണ്. കാരണം പൂർവിക ദേവാലയം നിങ്ങൾ പറഞ്ഞ അതാണ്. പക്ഷെ തുടക്കം അങ്ങോട്ടല്ല, യെരുസലേമിലേക്കാണ്. അപ്പൊ കാബാലയത്തെ അവഗണിച്ച് ഈ മക്കയിൽ നിന്ന്, അല്ലെ മദീനയിൽ നിന്ന് എന്തിനാ യെരുസലേമിലേക്ക് തിരിയുന്നത്? കാരണം ആദ്യത്തെ ആലയം ഇവിടെ കിടപ്പുണ്ട്. അതെന്താ പറ്റാത്തെ? അത് അള്ളാഹുവിന്റെ ഇതിരിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ തിരുമുഖം. ഇപ്പൊ ഞങ്ങളുടെ മുഖത്തെ തിരിക്കുന്നു, അത് അള്ളാഹുവിന്റെ നേരെ തിരിക്കുന്നു. ഒരു ആശയം പറഞ്ഞു കഴിയട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം പറഞ്ഞ ശേഷമാണ് അതിന്റെ നീതി. അള്ളാഹുവിന്റെ മുഖം ഇരിക്കുന്നെന്ന് പറയുന്ന ഇസ്മയിലിന്റെ വ്യാഖ്യാന കസർത്ത നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് സഹിതം പറയണം. ഇവിടെ പാസ് അനിൽക്കുടത്തോട് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? കാബ ക്ഷേത്രം അവിടെ നിലനിൽക്കുമ്പോൾ എന്തിന് മുഹമ്മദ് അതിനെ തള്ളിക്കൊണ്ട്, മുഹമ്മദ് ഈ മക്കയിൽ നിന്നുകൊണ്ട്, മദീനയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നവരാണ്. മദീനയിൽ നിന്നുകൊണ്ട് ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ മുഹമ്മദിന്റെ ചന്തി ബാക്കി ഭാഗം കാബയെ വരും. മുഹമ്മദ് കാബയെ നിന്ദിക്കുക ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം തരണം താങ്കൾ. അതിനാ ഉത്തരം തരേണ്ടത്. വഹി വന്നോ? അള്ളാഹു പറഞ്ഞെങ്കിൽ ആ വഹി ആ ആയത്തെടുക്കുക. അതാ ആവശ്യം. അത് പറഞ്ഞില്ലേ? അതായത് അവിടെ നിന്നും മക്കത്ത് നിന്നും മുഹമ്മദ് നബി അല്ലെങ്കിൽ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട യാത്ര, മിഅ്റാജ് യാത്ര, ആ മിഅ്റാജ് യാത്ര പോകുന്നത് ഈ ജെറൂസലേമിൽ നിന്നിട്ട് അവിടെ നിന്നുള്ള ആകാശ യാത്ര ഇസ്രാ പോയിട്ടാണ്. ഇസ്രാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂല് മക്കത്ത് നിന്നും അല്ലെങ്കിൽ അറേബ്യൻ നാട്ടിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ പോയതാണ് ഇസ്രാ. അവിടെ നിന്ന് മിഅ്റാജ് പോകുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നേരെ മുകളിലേക്കാണ്. ഒരു മിനിറ്റ്, ഞാൻ ആ ചോദ്യം ഒന്നും കൂടെ പറയാം. പാസ് അൻകൊടുത്തോണ്ട് പറഞ്ഞതാണ്. ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പണിതിരിക്കുന്ന കാബ ക്ഷേത്രം ഇവിടെ നിൽക്കുന്നു. ഇതിവിടെ നിർത്തിയിട്ട് മുഹമ്മദ് എന്തുകൊണ്ട് മദീനയിൽ ചെന്ന് 2 വർഷം
ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ ജെറുസലേം പള്ളിയിലേക്ക് നോക്കി നിസ്കരിച്ചു, അതിന് പറ്റിയത് ആയത്തുണ്ടോ? അള്ളാഹു പറഞ്ഞോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇതിന് ആൻസർ തരണം. അല്ലാതെ താങ്കൾ ഈ മതപ്രസംഗം ഇവിടെ നടത്തണ്ട. ആയത്ത് പറയൂ, അള്ളാഹു പറഞ്ഞിട്ടാണ്. ഇല്ല, ഒന്നും രണ്ടും അല്ല, 2 വർഷം മുഹമ്മദ് മദീനയിൽ നിന്നുകൊണ്ട് ഈ ഇല്ലാത്ത ജൂതന്റെ പള്ളിയിലേക്ക് നിസ്കരിച്ചു. അപ്പൊ കാവാലി ഇവിടെ വെറുതെ അനാഥപ്രേതം പോലെ കിടക്കുക. ഇതിന് കാരണം എന്താണെന്ന ഭാഷ അൽക്കൂടത്തോടെ ചോദിച്ചത്. അതിന് ഉത്തരം ഉണ്ടെങ്കിൽ താങ്കൾ തെളിവ് സഹിതം പറയണം. എവിടെ എഴുതിയിരിക്കുന്നു ആയത്ത്? പറയൂ. ഓരോ ഈ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ തെരുവ് തരണം 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 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ആശയം പറയുക ചെയ്യുന്ന, അല്ലാണ്ട് താങ്കൾ നിങ്ങളാരും ഇവിടെ എന്നെ ഇവിടെ കൂലി നിർത്തി പറഞ്ഞിട്ടില്ല ഇവിടെ സംസാരിക്കാൻ. ഒരാശയം പറയുന്നു, എനിക്ക് എന്റെ ആശയം വിയോജിപ്പുണ്ടാവാം, താങ്കൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. തരണം തരണം എന്ന് പറ്റി പേടി ഉപയോഗിക്കില്ല. ആശയമല്ല ഞങ്ങൾ ചോദിക്കുന്നത്, താങ്കൾ എന്താശയവും പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ എവിഡൻസ് മുസ്ലിങ്ങൾ ആദ്യകാലം ഞാൻ പറയട്ടെ, ചാക്കോബാസ് എടുക്കാറില്ലേ? ഞാൻ ഇടയ്ക്ക് കയറുകയല്ല. ഞാൻ അൻകൊടുത്തോണ്ട് പാസ് പറഞ്ഞത് ആ ചോദ്യം കൃത്യമായിട്ട് താങ്കൾക്ക് ബോധ്യപ്പെടാനും ഈ താഴെ ഇരിക്കുന്ന ഓഡിയൻസിന് ബോധ്യപ്പെടാനായിട്ട് ഞാനത് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് കയറി എല്ലാ പാസ് അൻകൊടുത്തോണ്ട് സംസാരിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. ഞാൻ ആ പറഞ്ഞത് പാസ് പറഞ്ഞതായ ചോദ്യം താങ്കളുടെ മനസ്സിൽ കൃത്യമായിട്ട് പതിയാനായിട്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? അതിനാ ഉത്തരം പറയണ്ട. അപ്പൊ ആ പാസ് സംസാരിച്ചോളൂ. ഓക്കെ. ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി നിൽക്കാതെ മീറ്റ് ചെയ്തോളൂ. ഇപ്പൊ ഒരു ചർച്ചയുടെ മാന്യമായിട്ട് നടന്നോണ്ടിരിക്കില്ലേ? ഞാനും ഒന്ന് ഇടങ്ങാറുണ്ടാക്കുന്ന അടങ്ങ് സുഹൃത്ത്, ഒന്ന് അടങ്ങ്. ആദ്യം ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ മോഡറേറ്റേഴ്സ് പറയുന്ന ആദ്യം അനുസരിക്കാൻ പറ്റും. അതാണ് ഒരു ചർച്ചയുടെ മാതൃക. മൈക്ക് മ്യൂട്ടി സാർ, മൈക്ക് മ്യൂട്ടി സഹോദരൻ. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ ഞാനാ പറഞ്ഞത്, മോഡറേറ്ററായി ഞാനാ പറഞ്ഞത്. മൈക്ക് മ്യൂട്ടി അതെന്താ അനുസരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? താങ്കളിലേക്ക് വരാം, ഇവിടെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കല്ലേ. ഓക്കെ, ഇസ്മായിൽ സംസാരിക്കേ. അല്പം ഡീപ്പായിട്ട് അനിൽക്കൊടുത്തോട്ടം പാസ് പഠിച്ചിട്ടുണ്ട്, കാര്യങ്ങളത് എനിക്കറിയാം. അദ്ദേഹമൊക്കെ ശ്രദ്ധിച്ച ആളാണ്, വ്യക്തിത്വമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു തെറ്റായ കാര്യമാണെങ്കിൽ ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഹിസ്റ്റോറിക്കലായ തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം ആ സമയത്ത് ഇടപെടുകയും പിന്നെ അദ്ദേഹം സംസാരിക്കാൻ തിരുത്തുകയും ചെയ്തോളും. ഈ പറയപ്പെടുന്നത് നമുക്ക് എല്ലാത്തിനും നമുക്ക് ഞാനിപ്പോ പറയാൻ പാടില്ലാത്ത വേർഡ്സ്, ദൈവിക അള്ളാഹുവിന്റെ ചൈതന്യം ആ കാലഘട്ടം വരെയും എവിടെയായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. അള്ളാഹുവിന്റെ തിരുമുഖം അല്ല, അള്ളാഹുലേക്കുള്ള റൂട്ടുണ്ടായിരുന്നത് ജെറുസലേമിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ജെറുസലേം കേന്ദ്രീകൃത എബ്രാഹിമിന്റെ ആരാധന ഉണ്ടായത്. ആ നമസ്കാരത്തിന് ഓർഡർ കിട്ടിയപ്പോഴും അള്ളാഹുവിന്റെ ചൈതന്യം ജെറുസലേമിലായിരുന്നു. അതിൽ നിന്നും മാറ്റിയെടുത്ത് കാബാലയത്തിലേക്ക് ഇത് വന്നപ്പോഴാണ് മുസ്ലിങ്ങൾ നേരെ തിരിഞ്ഞ് കാബാലയത്തിൽ തിരിഞ്ഞത്. അതായത് ജെറുസലേമിന്റെ നാഥൻ തന്നെയാണ് കാബാലയത്തിന്റെ നാഥൻ. ആ ജെറുസലേമിന്റെ നാഥൻ ആരാണോ, അല്ലെങ്കിൽ ഇപ്പൊ യേശു ആവട്ടെ, മറ്റു പ്രവാചകന്മാരാവട്ടെ, സോളമനാവട്ടെ, മറ്റു പ്രവാചകന്മാരാവട്ടെ, ജെറുസലേമിനെ ഏതർത്ഥത്തിൽ കാണുന്നുവോ അതേ അർത്ഥത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ കാബാലയത്തെയും കാണുന്നത്. അത് രണ്ടും എബ്രാഹിമിന്റെ നാഥനാണ്. എബ്രാഹിമിന്റെ ദൈവമല്ലാതെ ദൈവമില്ല. ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്. അതാണ് തൗഹീദ്. ഓക്കെ, കൊടുത്തോട്ടം പക്ഷേ കേൾക്കുന്നുണ്ടോ? അൽപാഷേ, അൽപാഷ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. സംസാരിച്ചു. പറഞ്ഞ എന്നോട് പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞേ. പാസ്റ്റർ, ഞാൻ അതിന്റെ ചുരുക്കി പറയാം. ജെറൂസലേമിൽ ചാക്കോപാസിലേക്ക് വിട്ടോ. ചാക്കോപാസ് പറഞ്ഞതിന്റെ ഇടയ്ക്ക് കയറിയാ ഞാൻ സംസാരിച്ചത്. ചാക്കോപാസിലേക്ക് വിട്ടു, ഞാൻ അതൊന്ന് കൊണ്ടുവന്നു. ഓക്കെ. ചാക്കോപാഷ ഒരു കാര്യം, ചാക്കോപാഷ ആഡ് ചെയ്യുമ്പോഴേ ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ചരിത്രതലമില്ലാതെ പറഞ്ഞെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് അക്കാലത്ത് മുഹമ്മദ് യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കിയെന്നാണ്. ചാക്കോപാഷ അന്ന് യെരുശലേം ദേവാലയം ഉണ്ടോ? അന്ന് ഹിസ്റ്റോറിക്കലായിട്ട് യെരുശലേം ദേവാലയം ഉണ്ടോ? ഇല്ല, ചരിത്രപരമായിട്ടില്ലെന്നേ. അത് വിട്ടുത്തരവാണ്. അത് നമുക്ക് അതിലേക്ക് വരാം. അത് പിന്നെ ഞാൻ അടുത്ത ചോദ്യം അദ്ദേഹത്തോട് സംസാരിക്കാം. അതിലേക്ക് വരാം. അദ്ദേഹം പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ്, ഇസ്മായിൽ പറയുന്നത് അന്ന് മുഹമ്മദൊക്കെ യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കി നിന്ന് അവിടെ ആരാധിച്ചു എന്ന് പറഞ്ഞ സുഹൃത്തെ, ഇല്ലാത്ത ദേവാലയത്തിൽ എങ്ങനെയാ സുഹൃത്തെ പോയി ഇത് ചെയ്യുന്നത്? യെരുശലേം ദേവാലയം അന്ന് ഇല്ല. താങ്കൾ ചരിത്രം പഠിക്കും. AD 70 യെരുശലേം ദേവാലയം ഇല്ല, അത് നശിക്കപ്പെട്ടു പോയി. താങ്കൾ എന്ത് ഈ മണ്ടത്തരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് യെരുശലേം ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്ത് മണ്ടത്തരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ഞാൻ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കും. അതായത് പിന്നെ നമ്മുടെ ഇസ്മയിൽ ബ്രദറെ, താങ്കൾ ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. ആ നിലയിലാണ് സംസാരിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ആശയപരമാണ്. ഞങ്ങളുടെ ഈ ചർച്ചയിൽ ഞങ്ങൾ ആശയപരമായിട്ട് സംവാദിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലെ തെളിവുകൾ ഉദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. താങ്കൾ ഒരിക്കൽ പോലും ഒരു വാക്യമോ ഒരു ഹദീസ് ഒന്നും ഇവിടെ ഉദ്ധരിക്കാറില്ല. ഞങ്ങൾക്കത് വളരെ പ്രയാസമാണ്. കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞു ഞാൻ എന്റെ ആശയ പറയുന്നത്, അതൊരു രസമില്ല കേട്ടോ. കാരണം ഈ താഴെ ഇരിക്കുന്ന ഓഡിയൻസ് ഒക്കെ അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടുത്തിട്ട് ഇത് ഇവിടെ വന്ന് പഠിക്കാനായിട്ടാണ്. അപ്പം നമുക്ക് വായി വരുന്ന എന്തെങ്കിലും പറയുന്ന കഥയില്ല. അപ്പൊ ഞാൻ ഇനി പറയുമ്പോൾ താങ്കൾ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് മറുപടി നൽകണം. അത് താഴെ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെ സന്തോഷമായിരിക്കും. എന്റെ ചോദ്യം കൃത്യമായിട്ട് കൊടുത്തത് ചോദിച്ചതുപോലെ തന്നെ കൃത്യമാണ്. മുഹമ്മദിന്റെ മദീന ജീവിത കാലഘട്ടത്തിൽ മുഹമ്മദ് എന്തുകൊണ്ട് 2 വർഷം നിങ്ങൾ ഈ ബൈത്തുൽ മുഖദ്ദസ്, അതായത് മസ്ജിദുൽ അക്സ എന്ന് വേണം പറയാം, അതായത് തെളിച്ചു പറഞ്ഞ ജെറുസലേം ദേവാലയം നിങ്ങളുടെ ഭാഷയിൽ ആ പള്ളിയിലേക്ക് നോക്കി 2 വർഷം നിസ്കരിച്ചു എന്ന് കിതാബ് പറയുന്നു. ഇങ്ങനെ നിസ്കരിക്കാനായിട്ട് ആര് പറഞ്ഞു? അപ്പോൾ തന്നെ ലോകത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പാവനമായ കാവാനാഥന്റെ പള്ളി ഇപ്പുറത്ത് നിൽക്കുന്നത്. ഈ പള്ളിയിലേക്കാണ് മുഹമ്മദിന്റെ ചന്തി തിരിച്ചു വെക്കുന്നത്. കാരണം മദീനയിൽ നിന്നുകൊണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ജെറുസലേമിലേക്ക് നോക്കിയാൽ മുഹമ്മദിന്റെ ബാക്കി ഭാഗം എവിടെ വരും? ഈ കാവാലയത്തിലേക്ക് വരും. ഒരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പാടില്ലെന്നാ. മനസ്സിലാകുന്നുണ്ടോ? കാവാല ക്ഷേത്രത്തിനും അഭിമുഖമായി മൂത്രം ഒഴിക്കരുതും തിരിഞ്ഞു നിൽക്കരുത്. അപ്പൊ മുഹമ്മദിന്റെ ബാക്കി ഭാഗം ഇവിടെ വന്നു. മുഹമ്മദും കൂട്ടരും കൂടെ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ മസ്ജിദുൽ അക്സയിലേക്ക്, ജെറുസലേം പള്ളിയിലേക്ക്, ഇല്ലാത്ത ജൂതന്റെ പള്ളിയിലേക്ക് നോക്കി നിസ്കരിക്കാൻ ആര് പറഞ്ഞു? അള്ളാഹു എവിടെ പറഞ്ഞു? ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് 2 വർഷം ജൂതന്റെ ഇല്ലാത്ത പള്ളിയിലേക്ക് നോക്കി നിസ്കരിച്ചു? ഇതിലാണ് തെളിവ് സഹിതം ഞങ്ങളോട് സംസാരിക്കേണ്ടത്. ഇനി പ്രസംഗിച്ചിട്ട് കഥയില്ല. ഇനി മതപ്രസംഗമാണെങ്കിൽ അടുത്ത ആളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അത് താങ്കൾക്ക് തുടരാം. ഞാൻ പറഞ്ഞൊരു വാദം തെറ്റാണെന്ന് പറഞ്ഞ് പ്രൊഫസർ 2 ചാക്കോഭാഷം പറഞ്ഞു. ഒന്ന്, അള്ളാന്റെ റസൂലിന്റെ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്നില്ല എന്ന്. അവിടെ ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്നു. അവിടെ ഉമർ അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ അത് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്ന കാര്യവും ചടങ്ങ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൊടിത്തോട്ടം ഭാഷയൊക്കെ അറിയാമായിരിക്കും. അന്ന് എന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയം സംസാരിച്ച് കഴിയട്ടെ. ഒരു രീതിയിൽ ഞാൻ സംസാരിക്കില്ല. ഞാൻ തീർന്നല്ലോ, ഞാൻ നിർത്തുന്നുണ്ടല്ലോ. അത് വേണ്ട. ഇവിടെയാണ് വിഷയം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട താങ്കൾ എന്നോട് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു. അത് വേണ്ട. ആ ശൈലി തെറ്റാ. ഒരു മിനിറ്റ് നിന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൊടുക്കുന്നത് നിങ്ങൾ ഉണ്ടായിട്ടല്ലേ സത്യത്തില്? സുഹൃത്തെ, മണിക്കൂറുകളോളം ഈ ക്ലബിൽ സംസാരിക്കുന്ന ആളാണ്. ഒരു മിനിറ്റ് ഞാൻ ക്ഷമിക്കുന്നു. ഒരു കാര്യം, ഇസ്മായിലെ ബാക്കിയുള്ളവർ ഇടയ്ക്ക് കയറിയപ്പോ പോലും ഞാൻ പറഞ്ഞു ഇസ്മായിൽ സംസാരിക്കട്ടെ എന്നാ ഞാൻ പറഞ്ഞത്. ഇസ്മായിൽ ആ മാന്യത കാണിക്കും. ഇപ്പൊ പറയുന്ന കേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താന്ന് കേക്ക്. ഇസ്മായിൽ എത്ര അവസരം വേണം തരാം, എനിക്ക് കേക്ക്. എന്റെ ആ ചോദ്യം ഉണ്ടല്ലോ, അത് ഇവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ പറിച്ചു കളയുന്നത്. മുഹമ്മദിന്റെ അനുസരണക്കാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അതായത് 2 വർഷം എന്റെ കൈ ഖുറാൻ ഇരിക്കുക, ഖുറാന്റെ ആയത്തിന്റെ മുമ്പിൽ ഇരിക്കുക. ഞാൻ ഇവിടെ ഒന്നും ഉദ്ധരിച്ചില്ല. അതൊന്നും ഞാൻ പറഞ്ഞു. അത് ഇസ്മായിലിന് അറിയാം. എന്തുകൊണ്ട് മദീനയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് കാബാലയത്തെ പുച്ഛിച്ച് പുറന്തള്ളിയിട്ട് ജൂതന്റെ ഇല്ലാത്ത പള്ളിയിലേക്ക് നോക്കി നിസ്കരിച്ചു? ഇതാണ് എന്റെ ചോദ്യം. ഇതിന് അള്ളാഹുവിന്റെ വഹയി വല്ലതും ഉണ്ടായിരുന്നു? ഖുറാനിൽ ആയത്തുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ ഹാജരാക്കേണ്ടത്. അല്ലാതെ താങ്കൾ എന്നോട് മറുചോദ്യം ചോദിക്കാൻ. താങ്കൾ എന്നോട് പറഞ്ഞെന്തോ? ഞാൻ ചോദിക്കാം. താങ്കൾക്കുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇതിന് ഉത്തരം തരണം. എന്തുകൊണ്ട് മുഹമ്മദ് 2 വർഷം മദീനയിൽ നിന്നുകൊണ്ട് ഇല്ലാത്ത ജൂതന്റെ പള്ളിയിലേക്ക് നോക്കി നിസ്കരിക്കുക? അവിടെ പള്ളി ഉണ്ടായിക്കോട്ടെ, വാദത്തിന് വേണ്ടി ഞങ്ങളെ വിട്ടുതരാം. പള്ളി ഉണ്ട്. കിട്ടുന്ന അവസരത്തിൽ അത് പറയും. ആ ചോദ്യം കേൾക്കട്ടെ, ഈ ഓഡിയൻസ് കേൾക്കട്ടെ. ആ പള്ളിയിലേക്ക് നോക്കി നിസ്കരിക്കാനായിട്ട് മുഹമ്മദിനോട് ആര് പറഞ്ഞു? ഖുറാനിൽ ഏതായത്തിൽ അള്ളാഹു പറഞ്ഞു മുഹമ്മദേ നീ ജെറുസലേം പള്ളിയിലേക്ക് നോക്കി നിസ്കരിക്കാനായിട്ട്? അതാണ് ഇവിടെ വേണ്ട. തെളിവ് സഹിതം സംസാരിക്കണം. ഇനി സമയം വെറുതെ വേസ്റ്റ് ആക്കി മദ്രസ പ്രസംഗം ദയവ് ചെയ്ത് നടത്താതിരിക്കാനായിട്ട് താങ്കൾ സൂക്ഷിക്കുക. ഓക്കെ.
ഇസ്മായിലെ വീണ്ടും പറഞ്ഞു പക്ഷെ തെളിവ് വെച്ച് സംസാരിക്കണം. ഞങ്ങൾ എപ്പോഴും പറയുന്നു, ഒരു തെളിവ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ആരും കയറത്തില്ല. ഇപ്പൊ തന്നെ ജാക്കോ പാസ്റ്റർ ഞാനും വെച്ചപ്പോ ചുമ്മാ ഞങ്ങളുടെ ഊഹാപോഹങ്ങളല്ല ഹദീസുകള്, അതേപോലെ തന്നെ നിങ്ങളുടെ ഖുർആൻ ആയത്ത്, ഈ കാര്യങ്ങൾ എടുത്തു ഉദ്ധരിച്ചുകൊണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനൊന്നും പറയാറില്ല. നിങ്ങൾ തെളിവ് വെച്ച് പറ. ഇപ്പൊ ജാക്കോ പാസ്റ്റർ ചോദിച്ചതിന് നിങ്ങൾ തെളിവ് വെച്ച് ഉത്തരം പറ. ആരും ഇടയ്ക്ക് കയറത്തില്ല. പറഞ്ഞു. അല്ല ഒരു കാര്യം കൂടെ ഓക്കെ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ഒരു പറയട്ടെ. മിനിറ്റ്, അവിടെ ആരും ഒരു ഇടയ്ക്ക് കയറില്ല. മിനിറ്റ്. പ്ലീസ് പ്ലീസ് ഇല്ല പ്ലീസ്, ഇടയ്ക്ക് ആരും ഇടയ്ക്ക് കയറാലോ. ഒരു കയറില്ല. കാര്യം പറയാനായിട്ടാണ്. ബിന്നി ഒരു ബ്രദറെ, കാര്യം പറയാനായിട്ടാണ്. അല്ല ബിന്നി ഇടയ്ക്ക് ബ്രദറെ, കയറുന്നല്ല, വേറൊരു കാര്യം പറയാം. അത്യാവശ്യ കാര്യമാണ്. അതായത് ഈ ചാറ്റ് ബോക്സിനകത്ത് അശ്ലീല മെസ്സേജുകൾ എടുത്തിട്ടുന്ന ആരാന്ന് പറഞ്ഞാലും എടുത്ത് ഒന്നിൽ അവരെ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെ അവരെ എടുത്ത് പുറത്ത് കളയുക. ഓക്കെ 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 അത് നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ.